കഴിഞ്ഞ തവണ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 55 കിലോ ഉണ്ടായിരുന്നു. ഇത്തവണ 53ആയി. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ബാധിക്കുമോ വെയിറ്റ് കുറയുന്നത്? ഇല്ലില്ല, അതൊന്നും പേടിക്കാനില്ല. ആദ്യത്തെ 3 മാസം മിക്കവാറും പേർക്കും ഛർദിയും ഭക്ഷണം കഴിക്കാൻ ശരിക്കും പറ്റാഞ്ഞിട്ടും പല സാധനങ്ങളോട് ഇഷ്ടക്കുറവും, മണം ഇഷ്ടമല്ല അല്ലെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്ടക്കുറവുകളും വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ വെയിറ്റ് കുറയാണ് സാധാരണ ചെയ്യാറ്. വളരെ ചുരുക്കം ചില ആൾക്കാരെ ആദ്യത്തെ 3 മാസത്തിൽ വെയിറ്റ് കൂടി കണ്ടിട്ടുള്ളൂ. ആ ആദ്യത്തെ 3 മാസം കുഞ്ഞിൻ്റെ വളർച്ച അമ്മയുടെ വെയിറ്റ് ഗെയിനുമായിട്ട് ഡിപ്പെൻഡൻ്റ് അല്ല. വളരെ കുറച്ച് ന്യൂട്രിയൻസേ ആദ്യത്തെ 3 മാസത്തിൽ ബേബിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ 3 മാസം വെയിറ്റ് ഗെയിൻ ചെയ്തില്ലെങ്കിലും കുഞ്ഞിൻ്റെ വളർച്ച സാധാരണ രീതിയിൽ തന്നെ നടക്കും. ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴേക്കും ഛർദിയൊക്കെ കുറയും, വിശപ്പൊക്കെ സാധാരണ പോലെയാകും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മാസം ഏകദേശം ഒരു 2 കിലോ 1.5-2 കിലോ വെച്ചിട്ടൊക്കെ വെയിറ്റ് ഗെയിൻ വരും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ചയും അതിനനുസരിച്ച് വെയിറ്റ് ഗെയിൻ ശരിയായിക്കോളും. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിൻ അമ്മയുടെ വെയിറ്റ് ഗെയിനും അമ്മയുടെ ശരീരത്തിലുള്ള ന്യൂട്രിയൻസും ഒക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോഴേക്കും നമുക്ക് വെയിറ്റൊക്കെ ശരിയാക്കിയാൽ മതി. ആദ്യത്തെ 3 മാസത്തിലെ വെയിറ്റ് കുറഞ്ഞു എന്ന് വെച്ചാൽ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യവുമില്ല.